എന്തായാലും ഓണക്കാലം കഴിഞ്ഞ ഈ വർഷം തന്നെ അവസാനിക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സപ്ലൈകോ ക്രിസ്മസ് പുതുവത്സര ഫെയറുകൾക്ക് തുടക്കമിട്ടത്. ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലും എന്നുള്ളത് തന്നെയാണ്. ഓണക്കാലത്ത് നമ്മൾ കണ്ടതാണ് വലിയ ആശ്വാസം ജനങ്ങൾക്ക് പകരുന്ന സപ്ലൈകോയെ. ആ ആശ്വാസം തന്നെയാണ് ഇപ്പോഴും ഈ ക്രിസ്മസ് പുതുവത്സര കാലത്തും സപ്ലൈകോ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മന്ത്രി GR അനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, എന്തൊക്കെ തരം ഓഫറുകളാണ് ഈ ക്രിസ്മസ് കാലത്ത് സപ്ലൈകോ നൽകുന്നത്? പൊതുവിൽ പറഞ്ഞാൽ ഓണത്തെക്കാൾ കൂടുതൽ ഓഫറുകൾ, വിലക്കുറവ് ഈ ക്രിസ്മസിന് ഒരുക്കിയിട്ടുണ്ട്. 280 നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വില കുറച്ച് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ കിട്ടുന്നത് വരെ ഉള്ള ഓഫറുകളുണ്ട്. സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ നമുക്കൊരു ഉദാഹരണം പറയാം. വെളിച്ചെണ്ണ ഓണക്കാലത്ത് 319 രൂപയ്ക്കാണ് വെളിച്ചെണ്ണ 1 ലിറ്റർ നൽകിയിരുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് അതിൽ 10 രൂപ കുറച്ചു. 309 രൂപയ്ക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ എന്ന നിലയിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ ക്രിസ്മസ് പ്രമാണിച്ച് ഓരോ കാർഡിനും വാങ്ങാം. എന്നുമാത്രമല്ല, അടുത്ത മാസം ജനുവരി മാസത്തെ ആ സബ്സിഡി അലോട്ട്മെൻറ്റിൻ്റെ ആ സൗകര്യം കൂടി ക്രിസ്മസ് പ്രമാണിച്ച് ഇന്ന് മുതൽ വാങ്ങാം. എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ വെളിച്ചെണ്ണ 309 രൂപയ്ക്ക് ഒരു കുടുംബത്തിന് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇതുപോലെ ഓരോ ഉൽപ്പന്നങ്ങളും മുൻപുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയാക്കി, ആ ഇരട്ടി 2 മാസത്തെയും കൂടെ ഒന്നിച്ച് വാങ്ങാൻ കഴിയുന്നവർക്ക് അതിൻ്റെ ഇരട്ടി വീണ്ടും ആകുന്നു. അപ്പോൾ അങ്ങനെ വിലക്കയറ്റം ഉത്സവനാളിൽ വരുന്ന കണ്ടുകൊണ്ട് തന്നെ വിലക്കയറ്റത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടാതെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ഗവൺമെൻറ് ഫലപ്രദമായ ഇടപെടലാണ് ഓണത്തിന് നടത്തിയത്. ഓണത്തേക്കാൾ മെച്ചപ്പെട്ട നില ഇത്തവണ ക്രിസ്മസ് ന്യൂ ഇയറിന് തയ്യാറാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ വില വർധന കഴിഞ്ഞ ഓണക്കാലത്ത് ഉണ്ടായതാണ് മിനിസ്റ്റർ പറഞ്ഞ പോലെ. അതിനൊപ്പം തന്നെ ഇക്കാലത്തും, അതായത് കഴിഞ്ഞ ഓണത്തിനുണ്ടായതുപോലെ തന്നെ കിറ്റ്, ഈ ക്രിസ്മസ് കിറ്റ്, സാന്റാ കിറ്റ് എന്ന പേരിൽ സപ്ലൈകോ ഒരുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ കിറ്റിൻ്റേത്. 12 ഉൽപ്പന്നങ്ങൾ 667 രൂപ വില വരുന്നതാണ്. അത് ആ 12 ഉൽപ്പന്നങ്ങളുടെ കിറ്റ് 500 രൂപയ്ക്ക് വാങ്ങാനുള്ള സൗകര്യം സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ അടിക്കുന്നവർക്ക് 250 രൂപയിലധികം പെട്രോൾ അടിക്കുന്ന അത്തരം ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ കടയിൽ വന്ന് സാധനം വാങ്ങിയാൽ അതിലും 50 രൂപ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പല വിധത്തിലുള്ള സൗകര്യങ്ങൾ. ഇതിനെല്ലാം ഉപരിയായി കേരളത്തിലെ ലക്ഷക്കണക്കായിട്ടുള്ള കുടുംബങ്ങൾ ഗോതമ്പും ആട്ടയും വാങ്ങുന്ന കുടുംബങ്ങളാണ്. മാർക്കറ്റിൽ വലിയ വിലയാണ്, 100 രൂപ വരെ വിലയുള്ള അവസ്ഥയാണ്. അപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമേ തന്നെ റേഷൻ ഷോപ്പിലൂടെ ജനുവരി മാസം മുതൽ ഒരു കുടുംബത്തിന്, വെള്ള നീല കാർഡ് കുടുംബത്തിന് 2 കിലോ ആട്ട 1 കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ അതും ലഭ്യമാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസം ആ രീതിയിലുള്ള സൗകര്യം കൂടി റേഷൻ ഷോപ്പുകളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കും. ഈ ഗോതമ്പിനൊപ്പം തന്നെ അരിയുടെ കാര്യം, അതെ, 25 രൂപ നിരക്കിൽ 20 കിലോ അരി നിങ്ങൾക്ക് നോക്കാം. കാക്കിനാട് നിന്നാണ് ഇത്തവണ ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവന്നത്. കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇനം അരികളാണ്, അരി ഉൽപ്പന്നങ്ങളാണ്. അത് നമുക്ക് പച്ചരി മാത്രമല്ല, ചാക്കരി ആണെങ്കിലും ജയ അരിയാണെങ്കിലും, അതുപോലെ മട്ട, പാലക്കാടൻ മട്ടയാണെങ്കിലും, അതുപോലെ ചമ്പാവരി ആണെങ്കിലും, ഇതെല്ലാം വിവിധ ഇനം അരി നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിലെല്ലാം വളരെ വിലക്കുറവാണ്. 25 രൂപ നിരക്കിൽ 20 കിലോ അരി വാങ്ങാനുള്ള സൗകര്യം ഇത്തവണ ഓണത്തെ പോലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നോൺ സബ്സിഡി സാധനങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിലക്കുറവുകൾ ഉണ്ടാകുമോ സപ്ലൈകോ ഫെയറിൽ എന്നൊരു സംശയമുണ്ട് ആളുകൾ? ഇല്ല, നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഓണക്കാലത്തെ അനുഭവം എന്താ? മൊത്തം വിൽപ്പനയുടെ പകുതിയിലധികവും നോൺ സബ്സിഡിയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് അതിൻ്റെ ഓഫറുകൾ ആളുകൾ സ്വീകരിച്ചതാണ്. ഇത്തവണ അതിനേക്കാൾ മെച്ചപ്പെട്ട ഓഫർ കമ്പനികളുമായി സംസാരിച്ച് ഈ ക്രിസ്മസ് പ്രമാണിച്ച് നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ 280 ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്നു. എന്തായാലും സമൃദ്ധമായി ഓണം ആഘോഷിച്ചതുപോലെ അതിലും ഗംഭീരമായി ക്രിസ്മസ് ആഘോഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അതെ അതെ, ഓണം എങ്ങനെയാണോ അതുപോലെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടും ഉത്സവ നാളിൽ ജനങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയണം എന്നതാണ് ഗവൺമെൻറ് കാണുന്നത്. അത് കണക്കിലെടുത്താണ് ഓണത്തിന് വെള്ളക്കാർഡിന് 10 കിലോ സ്പെഷ്യൽ അരി കൊടുത്തതുപോലെ ക്രിസ്മസിനും 10 കിലോ വെള്ളക്കാർഡുകാർക്ക് 10.90 ലഭിക്കുകയാണ്. അത് 50, 55, 60 രൂപ വിലയുള്ള മട്ട അരി അടക്കം 10.90 റേഷൻ ഷോപ്പിൽ നിന്ന് വാങ്ങാനുള്ള അവസരം ആളുകൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് കാണിക്കുന്നത് എന്താ? മാർക്കറ്റിൻ്റെ വിലവർധനവിലേക്ക് ജനങ്ങളെ തള്ളിവിടില്ല ഈ ഗവൺമെൻറ് എന്ന്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ് എന്നതിൻ്റെയും ഏറ്റവും നല്ല ലക്ഷണമാണ് ഈ നിലപാട്.
മിനിസ്റ്റർ മറ്റൊരു സംശയം എല്ലാവർക്കും ഉള്ളതെന്ന് വെച്ചാൽ ഈ ചിലയിടത്ത് മാത്രമാണോ ഇത്ര ഫെയറുകൾ ഉള്ളത്, അല്ല ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഫെയർ ഉണ്ടാവും, എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും ഇത്തരം ഓഫറുകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇത്തവണ ഗവൺമെൻറ് സിവിൽ സപ്ലൈസ് വകുപ്പ് തീരുമാനിച്ചത് സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റും, മാവേലി സ്റ്റോറാണ് മാവേലി ഉൽപ്പന്നങ്ങളെന്ന് നമ്മൾ പറയുന്നത്, ആ മാവേലി സ്റ്റോറിലടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന കേന്ദ്രമാവുകയാണ്. സൂപ്പർ സ്റ്റോറിലോ ഫെയറുകളിലോ വന്നാൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാവേലി സ്റ്റോറിലും കിട്ടും. അങ്ങനെ 1600-ലധികം ഔട്ട്ലെറ്റുകളിൽ നിന്നും, അതുപോലെ സഞ്ചരിക്കുന്ന സൂപ്പർ സ്റ്റോറുകളുണ്ട്, അതിൽ നിന്നുമെല്ലാം എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും അതുതന്നെയാണ്, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും സമൃദ്ധമായി തന്നെ ഒരു ക്രിസ്മസ് ആഘോഷിക്കണം ജനങ്ങൾ എന്നുള്ള നിശ്ചയദാർഢ്യം തന്നെയാണ് സർക്കാരിന് ഇത്തരത്തിലുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ, സപ്ലൈകോ ഫെയറുകൾക്ക് പിന്നിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.